Yes, again I am back with the continuation of reporter speech. Okay. നോക്കാം, റിപ്പോർട്ടർ സ്പീച്ചിന് ഇമ്പരേറ്റീവ് സെന്റൻസ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു ബേസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റിപ്പോർട്ടർ സ്പീച്ചിന് കറക്റ്റ് ഒരു ബേസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു റിപ്പോർട്ടിംഗ് വെർബ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ദാറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ടെൻസ് ചേഞ്ച് ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ പ്രൊണൗൺസിനൊക്കെ വരുന്ന ചെറിയ മാറ്റങ്ങളും അല്ലെ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പരേറ്റീവ് സെന്റൻസ് ഇപ്പം 2-3 തവണ എപ്പോഴേക്കോ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തായിരുന്നു മക്കളെ? ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഓർഡറോ ഒരു റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു വിഷോ, ഇങ്ങനെ എന്തെങ്കിലും ഒന്നായിരിക്കും എന്ത്? ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ്. നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിളിന് മുമ്പായിട്ട് വരുന്ന 2 ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ ഇമ്പരേറ്റീവ് സെന്റൻസിലോട്ട് റിപ്പോർട്ടർ സ്പീച്ച് വരുമ്പോൾ. ടെൻസ് നമ്മൾ ചെയ്തു അല്ലെ. ടെൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രസന്റ് 4 പ്രസന്റ് ടെൻസ് പാസ്റ്റിലോട്ട് മാറുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 പാസ്റ്റ് ടെൻസിന്റെ മാറ്റവും ഫ്യൂച്ചർ ടെൻസിന്റെ മാറ്റവും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇമ്പരേറ്റീവ് സെന്റൻസിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ എന്താന്ന് നോക്കാം. The reporting verb is changed to. നമ്മളെ റിപ്പോർട്ടിംഗ് വെർബ് എന്തായിരുന്നു? ടെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എല്ലാ ടെൻസിലും നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത്? സെഡ് ആയിരുന്നു അല്ലെ. സെഡ് ദാറ്റ് അല്ലെ. രാജു സെഡ് ദാറ്റ്, ഷീ സെഡ് ദാറ്റ്, ഹി സെഡ് ദാറ്റ് അല്ലെ. സെഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ആയിരുന്നു നമ്മൾ ഈ റിപ്പോർട്ടിംഗ് വെർബിൽ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് is changed to എന്തിലോട്ട് മാറാണ്? ഓർഡേർഡ് അല്ലെ. ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, അഡ്വൈസ്ഡ്, ബെഗ്ഡ് അല്ലെ. ഓർഡേർഡ്, വാണ്ടഡ് ഇങ്ങനെ മാറും. കാരണം ഇത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. സോ സെഡിന്റെ ആയിട്ടും കൂടുതൽ ഇവിടെ എന്തായിരിക്കും വരിക? ഓർഡർ കൊടുക്കുകയായിരിക്കും അല്ലെ. അപ്പൊ ഓർഡേർഡ് എന്ന് കൊടുക്കും. അങ്ങനെ റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റഡ്, അഡ്വൈസ് ആണെങ്കിൽ അഡ്വൈസർ എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബിലാണ് ഫസ്റ്റ് വരുന്ന മാറ്റം. നോക്കാം. The next one, the verb changed into the infinitive. ഒരു വെർബ് ഉണ്ടാവും അല്ലെ. നമ്മൾ വെർബ് എവിടെയായിരിക്കും വെർബ് ഉണ്ടാവും എന്ന് പറഞ്ഞു മക്കളെ? ആ വ്യക്തി ചെയ്ത കാര്യം നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ വരുമല്ലോ. ആ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ എപ്പോഴും ഒരു വെർബ് ഉണ്ടാവും അല്ലെ. ഒരു പ്രവൃത്തി ഉണ്ടാവും അല്ലെ. ആ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നുണ്ടാവും. ആ പ്രവൃത്തിയെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റും? ഇൻഫിനിറ്റീവ് ആയിട്ട് മാറ്റും. വലിയ റിസ്ക് ഒന്നുമില്ല, വലിയ വേർഡൊന്നും പറയുന്നില്ല. അതിന് മുമ്പിൽ ടു ഇട്ട് കൊടുക്കും. വെർബിന് മുമ്പിൽ എന്തിടും? ടു ഇടും. ഓക്കെ. in the case of negative don't. എന്താണ്? in the case of negative don't ആവുമ്പോൾ അത് എന്തായിട്ട് മാറും? not to അല്ലെ. മനസ്സിലായോ നിങ്ങൾക്ക്? to എന്ന് പറയുന്ന വെർബിന് മുമ്പിൽ എന്ത് ചെയ്യും? to അല്ലെ. not to എന്നാവും നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ to എന്നിട്ട് കൊടുക്കും. ക്ലിയർ? നോക്കാം. അപ്പോ റിപ്പോർട്ടിംഗ് വെർബിന് വരുന്ന മാറ്റവും അതുപോലെ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന to ആക്കി മാറ്റും വെർബിനെ. 2 മാറ്റം മാത്രം അല്ലെ. നോക്കാം. എക്സാമ്പിൾസ് നോക്കാം. ദ മാസ്റ്റർ സെഡ് ടു ഹിസ് സെർവന്റ്. മാസ്റ്റർ അവന്റെ സെർവന്റിനോട് എന്ത് പറഞ്ഞു? ഗെറ്റ് മീ എ കപ്പ് ഓഫ് കോഫി. ഓർഡർ കൊടുക്കുകയാണ് അല്ലെ. മാസ്റ്റർ ആകുമ്പോ എന്തായാലും റിക്വസ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് സെർവന്റിനോടല്ലേ. സെർവന്റിനോടൊക്കെ എന്തായാലും മാസ്റ്റർ ഓർഡർ ചെയ്യുള്ളൂ അല്ലെ. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എന്താണ് ഓർഡർ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. നോക്കാം. ഇനിയാണ് നമ്മൾ പറഞ്ഞ 2 കാര്യം ചെയ്യേണ്ടത്. ഒന്ന് വെർബ് ഇൻഫിനിറ്റീവ് ആക്കണം, മറ്റൊന്ന് സെറ്റ് ടു എന്താക്കി മാറ്റണം? ഓർഡേർഡോ കമന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താണോ സെന്റൻസ് അതിനനുസരിച്ച്. ഇവിടെ നോക്കാം. ദ മാസ്റ്റർ ഓർഡേർഡ്, ദ മാസ്റ്റർ സെറ്റ് ടു എന്ന് പറയുന്ന ഈ വേർഡിനെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കഴിയാണ്. ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് പകരം എന്ത് കൊടുക്കാണ്? ദ മാസ്റ്റർ ഓർഡേർഡ് എന്ന് കൊടുക്കണം. സെഡ് മാത്രമല്ല കേട്ടോ, ടൂവും ഒഴിവാക്കി. ഓക്കെ. ആ ടു നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ് ഇൻഫിനിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ദ മാസ്റ്റർ ഓർഡേർഡ് ഹിസ് സെർവന്റ്. അതുപോലെ ഇതും. എന്നിട്ട് മക്കളെ ഇതിൽ ആരില്ല ഒന്ന് നോക്കിക്കേ. ഇതിൽ നമ്മൾ ഇത്രയും സമയം എഴുതിയ ദാറ്റ് ഇല്ല കേട്ടോ. ദാറ്റില്ല. ഓക്കെ. ദാറ്റിന് പകരം എന്താണ് മക്കളെ? ടു ഇൻഫിനിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ. നോക്കാം. അപ്പൊ ഇവിടെ ആരില്ല മക്കളെ? ദാറ്റ് ഇല്ല കേട്ടോ. സോ എന്നിട്ടാണ് ഇവിടെ ഈ ഗെറ്റ് ആണ് ഇവിടുത്തെ വെർബ്. ആ വെർബ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആയിട്ട് മാറ്റും. ഇൻഫിനിറ്റീവ് പറയുമ്പോ ടു ഗെറ്റ് ആയിട്ട് മാറ്റും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ഇമ്പേറ്റീവ് സെന്റൻസിന് വരുന്ന മാറ്റം. ഇനി നമുക്ക് ഒന്നും കൂടെ നോക്കാം. ദ മാസ്റ്റർ സെഡ് ടു, ദ മാസ്റ്റർ ഓർഡേർഡ് ഹിസ് സെർവന്റ് ആയി. ദെൻ വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കിയപ്പോ ടു ഗെറ്റ് ഓൾറെഡി. പിന്നെ മീ എന്തായിട്ട് മാറും മക്കളെ? ഹിം ആയിട്ട് മാറും. എ കപ്പ് ഓഫ് കോഫി. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ രാമ സെഡ് ടു ഹിസ് ഫ്രണ്ട്.
രാമ അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പ്ലീസ് ഹെൽപ്പ് മീ. എന്താണ് പ്ലീസ് ഹെൽപ്പ് മീ? ആ പ്ലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, അത് റിക്വസ്റ്റ് ആണ് അല്ലെ. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്ലീസ്, കൈൻഡ്ലി എന്നൊക്കെ യൂസ് ചെയ്യുക. ഇത് വന്നാൽ വളരെ സുഖം, കാരണം അവരെ നമുക്ക് എടുത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് ഇതൊന്ന് വരട്ടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം പ്ലീസ്, കൈൻഡ്ലി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ അവോയ്ഡ് ചെയ്യും, അവരെ റിമൂവ് ചെയ്യും നമ്മൾ കേട്ടോ, ഒഴിവാക്കും കേട്ടോ. നോക്കാം, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ സെറ്റ് ഒഴിവാക്കുമ്പോൾ നിങ്ങൾ എന്താ ഓർഡർ കൊടുക്കൂ? ഇല്ല കേട്ടോ. ഇവിടെ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അതൊരു തരം റിക്വസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രമ റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ, റിക്വസ്റ്റഡ് ടു. ഇവിടെ റിക്വസ്റ്റഡ് ആണ്, സെറ്റ് ഒഴിവാക്കി. ഇത് നമ്മൾ ഇനി നേരെ പോവാണ്. ഹിസ് ഫ്രണ്ട് വരെ പിന്നെ അതേപോലെ നമ്മൾ എഴുതും, ഇവിടെ വരെ നമ്മൾ അതേപോലെ എഴുതും. രമ റിക്വസ്റ്റഡ് ഹിസ് ഫ്രണ്ട് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യും, ഒഴിവാക്കി കേട്ടോ. പ്ലീസ് എന്ത് ചെയ്തു മക്കളെ? ഒഴിവാക്കി. ഇവിടെ മലയാളത്തിൽ തന്നെ എഴുതി വെക്കാം അല്ലെ, ഒഴിവാക്കി. എന്നിട്ടോ ഇവിടെ ഹെൽപ്പിന് നമ്മൾ ഇൻഫിനിറ്റീവ് ആക്കി. ടു ഹെൽപ്പ് മീ എന്തായി മാറി മക്കളെ? ഹിം ആയിട്ട് മാറി. ക്ലിയർ? അടുത്തത്, The king said to his men. കിങ് രാജാവ് ആളോട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ആളുകളോട് എന്ത് പറഞ്ഞു? Put that man in prison. Put that man in prison. ആ മനുഷ്യനെ പിടിച്ച്, ആ വ്യക്തിനെ, അയാളെ പിടിച്ചിട്ട് ജയിലിലോട്ട് അങ്ങ് ഇടാൻ പറഞ്ഞു അല്ലെ. ആ മനുഷ്യനെ പിടിച്ചിട്ട് ജയിലിലോട്ട് ഇടൂ, ആ വ്യക്തിയെ പിടിച്ചിട്ട് ജയിലിലോട്ട് ഇടൂ എന്ന് പറഞ്ഞു അല്ലെ. നോക്കാം, സ്വാഭാവികമായിട്ടും രാജാവ് എന്തായാലും ഇപ്പൊ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, അതെന്തായാലും ഓർഡർ ഫിക്സ് ആയി അല്ലെ. സോ സെറ്റ് നമ്മൾ പെട്ടെന്ന് അങ്ങ് മാറ്റിയിട്ട് ദ കിങ് ഓർഡേർഡ് ഹിസ് മെന്ന് വരെ നമ്മൾ എക്സാമിന് ക്ലിയർ ആയി. ഓക്കെ അല്ലേ? രാജാവ് കണ്ട് നമ്മൾ ഓർഡേർഡ് കൊടുക്കും. അപ്പൊ ദ കിങ് സെറ്റ് മാറ്റിയിട്ട് നമ്മൾ ദ കിങ് ഓർഡേർഡ് എന്നാക്കിയിട്ട് നമ്മൾ അവിടെ സേഫ് ആയി. ഇനി നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ പുട്ട് എടുക്കുക. പുട്ടാണ് നമ്മുടെ വെർബ്. അത് നമ്മൾ ഇൻഫിനിറ്റീവ് കൊടുക്കുമ്പോൾ ടു കൊടുക്കും അല്ലെ. എന്ത്? ടു പുട്ടാക്കി. ദെൻ ദാറ്റ് മാൻ ഇൻ പ്രിസൺ. ഒരു മാറ്റവും ഇല്ല. ക്ലിയർ? യെസ്. സോ ഓർഡേർഡ് റിപ്പോർട്ടിംഗ് വെർബിന് മാറ്റം വരുന്നു, ഇൻഫിനിറ്റീവ് ആവുന്നു. നോക്കാം, അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇനി പുറത്തുനിന്ന് എക്സാമ്പിൾസ് ഒന്നും വേണ്ടി വരില്ല, മാക്സിമം എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. The beggar said to the woman. The beggar said to the woman. ഭിക്ഷക്കാരൻ ആ ലേഡിയോട് എന്ത് പറഞ്ഞു? പ്ലീസ് ഗീവ് മീ സം ഫുഡ്. ബെഗർ ആണ് അല്ലെ. ബെഗർ റിക്വസ്റ്റ് എന്ന് പറയാം, പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് യോജിക്കുന്ന ഒരു വാക്കാണ് ബെഗ്ഡ് അല്ലെ. ബെഗർ ബെഗ് ചെയ്തു എന്ന് പറയാം. ഇനി റിക്വസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, റിക്വസ്റ്റഡും എന്നും കൊടുക്കാം. അപ്പൊ സെറ്റുവിന് പകരം സെഡ് നമ്മൾ ആദ്യം ഒഴിവാക്കി അല്ലെ. ദ ബെഗർ ബെഗ്ഡ് ദ വുമൺ വരെ നമ്മൾ എഴുതി. ദെൻ ഇവിടെ പ്ലീസ് എന്ത് ചെയ്തു? നമ്മൾ ഒഴിവാക്കി. ദെൻ ഗീവ് നമ്മള് ഇൻഫിനിറ്റീവ് ആയി, ടു ഗീവ് ആയി. മീ അവിടെ ഹിം ആയി. മീ അവിടെ എന്തായി? ഹിം ആയി. സം ഫുഡ്. ക്ലിയർ? നോക്കൂ, ദ ബഗർ ബെഗ്ഡ് ദ വുമൺ ടു ഗീവ് ഹിം സം ഫുഡ്. ക്ലിയർ ആണല്ലോ? ടു ഇൻഫിനിറ്റീവ് വന്നു, വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കി. സെറ്റ് ഏത് റിപ്പോർട്ടിംഗ് വെർബിലോട്ട് മാറ്റി? ബെഗ്ഡ് ആക്കി. ക്ലിയർ? ദെൻ he said to me open the door. He said to me open the door. എന്താണ്? said to me നമ്മള് എടുത്ത് ഒഴിവാക്കുകയാണ്, ആസ്ക്ഡ് ആക്കി മാറ്റി. മീ വരെ കറക്റ്റ് ആയിട്ട് എഴുതി. ഓപ്പൺ നമ്മൾ ഇൻഫിനിറ്റീവ് ആക്കി മാറ്റും. ഓപ്പൺ എന്ന് പറയുന്ന വെർബിനെ ടു ഓപ്പൺ ദ ഡോർ എന്നാക്കി മാറ്റും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണല്ലോ? ഇംപെരേറ്റീവ് സെന്റൻസ് മാറ്റാൻ വളരെ സിമ്പിൾ ആണ്. പിന്നെ He said to me, don't waste time. He said to me, don't waste time. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് മാറ്റം വരുന്നത്. നോക്കാം. He said to നമ്മൾ എന്ത് മാറ്റി മക്കളെ? അഡ്വൈസർ ആക്കി മാറ്റി. said to എന്താക്കി മാറ്റി? അഡ്വൈസർ ആക്കി മാറ്റി. അഡ്വൈസ്ഡ് മീ എന്താണ് പറഞ്ഞത്? അഡ്വൈസ്ഡ് മീ ആക്കി മാറ്റി. ദെൻ ഡോണ്ട് എന്തായി മാറി മക്കളെ? ഡോണ്ട് എന്ന് പറയുന്നതിന് നോട്ട് എടുത്തു. വേസ്റ്റ് എന്തായി? ടു ഇൻഫിനിറ്റീവ് ആയി. ഓക്കെ, അപ്പൊ അവിടെ നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നോട്ട് ടു വേസ്റ്റ് ടൈം. ക്ലിയർ ആണല്ലോ? ബാക്കി മാറ്റങ്ങളൊന്നും ഇല്ല. ഓക്കെ, അദ്ദേഹം അഡ്വൈസ് കൊടുത്തോണ്ട് നമ്മൾ അഡ്വൈസർ എന്ന് കൊടുത്തു. ബെഗ്ഡ്, അഡ്വൈസർ, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, വാണ്ടഡ്, ഓർഡേർഡ്. സെന്റൻസിന്റെ മീനിങ് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ് വെർബ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ
He said to her. അവളോട് എന്താണ് പറഞ്ഞത് അവൻ? പ്ലീസ് വെയിറ്റ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്ലീസ് പറഞ്ഞു റിക്വസ്റ്റ് ആണ് അല്ലെ. പ്ലീസ് ആണ് മാക്സിമം റിക്വസ്റ്റ്. സോ എന്ത് ചെയ്യാണ്? സെഡ് ടു ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തെടുത്തു? ഹി റിക്വസ്റ്റഡ് ഹെർ കൊടുത്തു. ദെൻ പ്ലീസ് നമ്മൾ ഒഴിവാക്കും. ദെൻ വെയിറ്റ് നമ്മൾ ഇൻഫിനിറ്റീവ് ആക്കി. ടു വെയിറ്റ് കൊടുത്തു. ഹിയർ ദേർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ടിൽ ഐ എന്തായി മാറി? ഹി ആയി മാറി. ടിൽ ഹി റിട്ടേൺ. ക്ലിയർ ആണല്ലോ? നോക്കാം. ഓക്കെ, then next. Teacher said to the student, work hard work ചെയ്യണമെന്ന് ടീച്ചർ പറയുകയാണ് മക്കളെ. ടീച്ചർമാരെ നമ്മളെ ഉപദേശിക്കാറല്ലേ ഉള്ളൂ അല്ലെ. സെറ്റ് എന്താക്കി മാറ്റി? ടീച്ചർ അഡ്വൈസ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു. ടീച്ചർ സ്റ്റുഡൻസിനോട് അഡ്വൈസ് കൊടുത്തു. എന്താണ്? വർക്ക് ഹാർഡ് ചെയ്യണം. വർക്ക് എന്ത് ചെയ്തു മക്കളെ? ടു ഇൻഫിനിറ്റീവ് ആക്കി. ക്ലിയർ ആണല്ലോ? സെറ്റ്. ദെൻ he said to me let me go. അല്ലെ. അവരെന്നെ എന്തിന് പോവാൻ അനുവദിക്കാണ് അല്ലെ. അവരെന്ത് പറഞ്ഞു? he requested. ഇവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. let me go എന്ന് ചോദിക്കുകയാണ് അല്ലെ. he requested me to ലെറ്റിന്റെ മുമ്പിലോട്ട് to കൊടുത്തു. me him ആയി. ഓക്കെ, ക്ലിയർ? he requested me to let him go. ക്ലിയർ ആണല്ലോ? സോ ഒരു മാറ്റവുമില്ല. ഇമ്പരറ്റീവ് സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്? റിപ്പോർട്ടിംഗ് വെർബിന്റെ സെഡ് മാറ്റിയിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്യും? വാണ്ടഡ് ആണോ, ഓർഡേഡ് ആണോ, റിക്വസ്റ്റഡ് ആണോ, അഡ്വൈസ്ഡ് ആണോ, ഏതാന്ന് വെച്ച് അവിടെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ദാറ്റ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഇല്ല. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? വെർബിന്റെ ഫ്രണ്ടിലോട്ട് ടു ഇട്ട് കൊടുക്കും. അഥവാ വെർബിനെ നമ്മൾ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. വെർബിന്റെ ഇൻഫിനിറ്റീവ്. ഓക്കെ, ദെൻ അപ്പൊ ഇമ്പരറ്റീവ് സെന്റൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ററോഗേറ്റീവ് സെന്റൻസിൽ വരുന്ന മാറ്റം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാറ്റാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ വരുന്ന റിപ്പോർട്ടിംഗ് വെർബാൻ അല്ലെ, ക്വസ്റ്റ്യൻ വരുന്ന ഡയറക്റ്റ് സ്പീച്ച് ആണ് നിങ്ങളോട് റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നോക്കാം. The reporting verb is changed to asked and enquired. അല്ലെ, ചോദ്യമാണ് അല്ലെ. റിക്വസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വരുമ്പോ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആയിട്ട് വരും. ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോ ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് എന്നൊക്കെ പറയുന്ന പോലെ വേർഡുകൾ വരും. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് അറ്റ് ദ എൻഡ് ഈസ് ചേഞ്ച്ഡ് ടു ഫുൾ സ്റ്റോപ്പ്. അതുപോലെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും മക്കളെ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും അല്ലെ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിട്ട് മാറും നോക്കിയേ? ഫുൾ സ്റ്റോപ്പ് ആയിട്ട് മാറും കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ മാർക്ക് നേരെ ഇതാ ഫുൾ സ്റ്റോപ്പ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്തായിട്ട് മാറും? ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആൻഡ് എൻക്വയർഡ് ആവും. ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ സ്റ്റോപ്പ് ആവും. സിമ്പിൾ, ഈസി അല്ലെ. നോക്കാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു എക്സാമ്പിൾ നോക്കാദ്യം. ദ ടീച്ചർ സെഡ് ടു ദ ബോയ്. ടീച്ചർ ബോയോട് പറഞ്ഞു, വാട്ട് ആർ യു ഡൂയിങ്? നീ എന്താണ് ചെയ്യുന്നത്? പൊതുവെ നമ്മൾ എപ്പോഴും ഏത് ബുക്കിലാണെങ്കിലും എന്ത് ഗ്രാമർ പഠിക്കുകയാണെങ്കിലും ഇതാ ഈ ഒരു എക്സാമ്പിൾ ആയിരിക്കും പൊതുവെ ക്വസ്റ്റ്യൻ മാറ്റുമ്പോൾ ചോദിക്കുക. ഒരു മാറ്റം ഉണ്ടാവാറില്ല. എത്ര കാലമായാലും ഈ ഒരു എക്സാമ്പിൾ തന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. നോക്കിക്കൊണ്ടു നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും വല്ല എക്സാമ്പിൾ ഒന്ന് പോയി നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കാണുന്ന എക്സാമ്പിൾ ഇതായിരിക്കും. നോക്കാം. ടീച്ചർ അത് മാറ്റിയതാട്ടോ. സെറ്റ് എന്തായിട്ട് മാറി? ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ആയിട്ട് മാറും. ക്വസ്റ്റ്യൻ അതേപോലെ വാട്ട് ചെയ്തും. എന്നിട്ട് ഹി വാസ്. ഇവിടെ എന്ത് മാറി മക്കളെ? നമ്മൾ ടെൻസ് പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആവണം. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവണം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. ആ നിയമം ഉണ്ടല്ലോ, ടെൻസ് മാറുന്ന നിയമം, അത് ഇവിടെയും വരും. സോ ഇവിടെ ആറ് കണ്ടോ നിങ്ങള്? ആർ ഡൂയിങ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ. ആർ എന്തായിട്ട് മാറി മക്കളെ? ഇവിടെ വാസ് ആയിട്ട് മാറും. എന്തുകൊണ്ട് ഈസ് ആവാഞ്ഞത്? ഇവിടെ ഹീ ആയോണ്ട് അല്ലെ. ഇവിടെ വരുന്ന മാറ്റം എന്താണ്? ഹി വാസ് ഡൂയിങ് എന്നായി മാറി അല്ലെ. ഇവിടെ ടെൻസ് മാറി. അത് പോയി ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാ സബ്ജക്റ്റും വെർബും തമ്മിൽ, സബ്ജക്റ്റും ഓക്സിലറി വെർബിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാണ് ചാടും. മനസ്സിലായോ? ഐ മീൻ
ഡയറക്റ്റ് സ്പീച്ചില് ഇവിടെ കാണുന്ന ഈ ഓക്സിലറി വെർബ്, ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ഓക്സിലറി വെർബും ഉണ്ട്. അതുപോലെ ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലെ, സബ്ജക്റ്റ് ഉണ്ട്. ഇത് നേരെ ഇങ്ങോട്ടും ഇത് നേരെ ഇങ്ങോട്ടും മാറും. ഓക്കെ, നോക്കാം. ഇവിടെ കാണുന്ന ഇത് ഇങ്ങോട്ട് മാറും, ഇവിടെ കാണുന്ന ഓക്സിലറി വെർബ് ഇങ്ങോട്ട് മാറും. ഐ മീൻ ആർ ഇവിടെ വാസായി, യു ഇവിടെ ഇങ്ങോട്ടും മാറി. കേട്ടോ, ഐ മീൻ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് തൊട്ട് ശേഷം ഇവിടെ ഓക്സിലറി വെർബ് ആയിരുന്നെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഇവിടെ ആര് വരണം? സബ്ജക്റ്റ് വരണം. സിമ്പിൾ ആണല്ലോ. സോ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം, ഡയറക്റ്റ് സ്പീച്ചിൽ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വെർബ് ആയിരിക്കും. അത് എന്തുകൊണ്ടാ? അത് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും വാട്ടിന് ശേഷം സബ്ജക്റ്റ് വരണം, ദെൻ ഓക്സിലറി വരണം. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇട്ട് കൊടുക്കാം. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ചേഞ്ച് സെഡ് ടു ആസ്ക്ഡ് അല്ലെ, ആസ്ക്ഡ് ആക്കിയിട്ട് മാറ്റി. ബിഗിൻ വിത്ത് WH ക്വസ്റ്റ്യൻ, തുടങ്ങുമ്പോ WH ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ തുടങ്ങി. ചേഞ്ച് ദ പൊസിഷൻ ഓഫ് സബ്ജക്ട് ആൻഡ് ഓക്സിലറി വെർബ്, ഓക്സിലറി വെർബും സബ്ജക്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. ദെൻ ചേഞ്ച് ദ ടെൻസ്, ടെൻസ് എന്ത് ചെയ്യണം മക്കളെ? മാറ്റണം. ഓക്സിലറി വെർബ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. 6 എടുത്ത് ഇങ്ങോട്ട് 6 എഴുതാൻ പറ്റുമോ? ഇല്ല. ടെൻസ് മാറ്റി 6 വാസാക്കണം. ഓക്കെ, യു ഹി ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു സെന്റൻസ് കിട്ടുമ്പോൾ ചിന്തിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ഇന്ററോഗേറ്റീവ് മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൂൾസ് ഒക്കെ ആദ്യം ചിന്തിക്കണം. ആ സെന്റൻസ് നോക്കിയിട്ട് നമ്മൾ 5 മിനിറ്റ് ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? ഇതിലേതാണ് ടെൻസ്, അത് ഏത് ടെൻസിലോട്ട് മാറ്റണം, ഇതിലെ കാണുന്ന സബ്ജക്റ്റ് സബ്ജക്റ്റ് ഓക്സിലറി വെർബും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതാദ്യം ചിന്തിക്കണം. അതുപോലെ വാട്ട് വെച്ചിട്ട് തുടങ്ങണം, ചിന്തിക്കണം. സെഡ് എന്തായിട്ട് മാറ്റണം? ആസ്ക്ഡ് ആക്കിയിട്ട് മാറ്റണം. ഇതും ചിന്തിക്കണം. ഇത്രയും ചിന്തിച്ചതിന് ശേഷം മാത്രം ആൻസർ ചേഞ്ച് ചെയ്യണം. ക്ലിയർ? Then Sheila said, ഷീല പറഞ്ഞു, ഹൗ ഈസ് യുവർ ഫാദർ, ഹൗ ഈസ് യുവർ ഫാദർ. ഈസ് കിടക്കുന്നുണ്ട് മക്കളെ അല്ലേ, ഈസ് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് പ്രസന്റ് ആണ്, അത് മാറ്റേണ്ടി വരും. നോക്കാം. ഷീല സെഡ്, ഷീല അന്വേഷിക്കുകയാണ്. ഹൗ ഈസ് യുവർ ഫാദർ അല്ലെ, ഷീല ചോദിക്കല്ലേ നിന്റെ ഫാദറിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അവളൊന്ന് അന്വേഷിക്കുകയാണ് അല്ലെ. അപ്പൊ ഷീല സെഡ് മാറ്റിയിട്ട് എൻഗേർഡ് ആക്കിട്ടോ. ദെൻ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തന്നെ തുടങ്ങണം. ഹൗ, അല്ലാതെ ദാറ്റോ ഇൻഫിനിറ്റീവ് ഒന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഹൗ വെച്ചിട്ട് തന്നെ തുടങ്ങണം. ഇനി ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കണം. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുക്കണം. ഇവിടെ വരുമ്പോ എങ്ങനെ കൊടുക്കും? ആദ്യം എന്ത് വേണം? സബ്ജക്റ്റ് വേണം. ഇവിടെ ആരാണ് മക്കളെ സബ്ജക്റ്റ്? യുവർ ഫാദർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. യുവർ ഫാദർ ആരായിട്ട് വരും? മൈ ഫാദർ ആയിട്ട് വരും. ദെൻ ഈസ് എന്താവും മക്കളെ? പാസ്റ്റിലോട്ട് വരുമ്പോ വാസ് ആവും. ക്ലിയർ? യെസ്. സ്ട്രക്ചർ അറിയണം അല്ലെ, സ്ട്രക്ചർ അറിയണം, ടെൻസ് അറിയണം. ഓക്കെ, ദെൻ സ്ട്രക്ചറും ടെൻസും അറിയുന്ന ആളുകൾക്ക് ഇപ്പൊ അതിങ്ങനെ ചെറുപ്രാന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടാവും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടാവും. സോ സ്ട്രക്ചറും ടെൻസും അറിയുന്ന ആളുകൾക്ക് റിപ്പോർട്ടർ സ്പീച്ച് എന്താണ്? വളരെ ഈസിയാണ് കേട്ടോ. ദെൻ നോക്കാം. He asked me, എന്താണ്? He asked me, why did you insult my brother? Why did you insult my brother? Did ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ. did ഒക്കെ കാണുമ്പോ എന്താണ് മക്കളെ? അത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. പാസ്റ്റിൽ ഒരു സെന്റൻസ് ഉണ്ടെങ്കിൽ അത് വേറെ ഇതിലോട്ടൊന്നും മാറ്റാൻ പറ്റില്ല. പാസ്റ്റിൽ നിന്ന് വേറൊരാളുണ്ട്. ആരാണ്? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ. ടെൻസുകളൊക്കെ ഓർമ്മ വേണം. ഇത് സിമ്പിൾ പാസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോ അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം എന്നുള്ള ചിന്ത വേണം. മാറ്റുമ്പോൾ ഹാർഡ് വേണം എന്നുള്ള ചിന്തയൊക്കെ വേണം കേട്ടോ. നോക്കാം. ഫസ്റ്റ് ഈ ആസ്ക്ഡ് എന്നുള്ളത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ആസ്ക്ഡ് മീ തന്നെയാണ്. വൈ കൊണ്ട് തുടങ്ങും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റലുണ്ട്. ആരെ? സബ്ജക്റ്റിനെയും ഓക്സിലറി വെർബിനെയും. സബ്ജക്റ്റ് യുവിനെ ഇങ്ങോട്ട് മാറ്റി ഐ ആയി മാറി. ദെൻ ഇവിടെ ഡിഡ് കാണുമ്പോൾ ഇങ്ങോട്ട് ഡിഡ് എടുത്ത് എഴുതാൻ നിൽക്കണ്ട, നേരെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ പോയിക്കോളൂ. ഹാഡ് പ്ലസ് V3 ഫോം അല്ലെ. മൈ എന്തായി മാറി? ഹിസ് ആയിട്ട് മാറി. ക്ലിയർ?
യെസ്, ഇത് നിങ്ങൾക്ക് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എവിടെയോ എന്തോ ഒരു ഗ്യാപ്പ് പോലെ, അല്ലെങ്കിൽ എന്തോ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് ടെൻസ് മനസ്സിലായിട്ടില്ല. ഓക്കെ, നിങ്ങൾ പോയിട്ട് ടെൻസിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ട് വരണം. അതുപോലെ ഈ ക്ലാസ് കാണുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള ബേസ് ആയിട്ടുള്ള ടെൻസിൽ റിപ്പോർട്ടിംഗ് സ്പീച്ച് മാറ്റുന്നതിന്റെ ക്ലാസ് ഉണ്ട്, അതും കൂടെ കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇത് മനസ്സിലാവുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടും മനസ്സിലാവില്ല. നിങ്ങൾ ആ ക്ലാസ്സും കാണണം, ടെൻസും കാണണം. Okay, then the boy said, where can I buy that book? The boy said, where can I that book? അല്ലേ, ക്യാന് കണ്ടു, ക്യാന് കണ്ട മോഡൽ ഓക്സിലറി, ക്യാനും മയ്യും ഒക്കെ എന്താക്കണം, ബില്ല് വുഡ് ആക്കിയിട്ടുണ്ട്, ഷാള് ഷുഡ് ആക്കിയിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് ടെൻഷൻ ഒന്നുമില്ല. സെഡ് എന്താക്കി മാറ്റി, ദ ബോയ് ആസ്ക്ഡ് ആക്കി മാറ്റി, ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങി. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ ആര് വരണം മക്കളെ? സബ്ജക്റ്റ് വരണം. ആരാണ് സബ്ജക്റ്റ്? ഐ ആണ്. ഐ ഹി ആയി. ദെൻ ക്യാൻ ആണ് അടുത്തത്, ക്യാൻ കുഡ് ആയി. ഇനി ഒന്നും നോക്കണ്ട, ബൈ ദാറ്റ് ബുക്ക്. ക്ലിയർ? അടുത്തത് he said to her, he said to her, he said to her എന്തായി മാറി മക്കളെ? said asked ആയിട്ട് മാറ്റി. then what do you want? what do you want? സെന്റൻസ് എന്താണ് മക്കളെ? പ്രസന്റ് ആണ് അല്ലെ, സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ. സിമ്പിൾ പാസ്റ്റ് ആക്കിയിട്ട് മാറ്റിയാ മതി, സിമ്പിൾ പാസ്റ്റ് ആക്കിയിട്ട് മാറ്റിയാ മതി, സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, നോക്കാം. വാട്ട് ഡു യു വാണ്ട് എന്താക്കി മാറ്റി മക്കളെ? വാട്ട് കഴിഞ്ഞിട്ട് ഷീ, യു എന്തായി മാറി? ഷീ ആയിട്ട് മാറി. വാണ്ട് എന്തായി മാറി മക്കളെ? വാണ്ടഡ് ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ, ഇനി എക്സാമ്പിൾസ് നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ ഓക്കെ 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 അങ്ങനെ ആവുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതി മാറ്റിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നോക്കാം. ദെൻ മറ്റേ എക്സാമ്പിൾസിന് പോവാണ്ട മറ്റേ എക്സാമ്പിൾസ് നിങ്ങൾ തപ്പി ഇറങ്ങേണ്ട ആവശ്യമില്ല. മാക്സിമം എക്സാമ്പിൾ ഇതിൽ തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാം. മീൻ ക്വസ്റ്റ്യൻ ഈ മോൾഭാഗം എഴുതിയതിനു ശേഷം ഈ ആൻസർ പാർട്ട് വരുന്നുണ്ടല്ലോ, റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് മാറ്റിയ ഈ പാർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അല്ലാതെ നേരെ ബോർഡിൽ നോക്കിയിട്ട് എഴുതരുത്. സ്വന്തമായിട്ട് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആണോ എന്ന് ക്ലാസ്സിൽ നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ, he asked me എന്നാകുമ്പോ മാറ്റങ്ങളൊന്നുമില്ല. how do you feel this morning? പ്രസന്റ് ആണ് കാണുന്നത് അല്ലെ. how do you feel this morning? പ്രസന്റ് ആണ് കാണുന്നത്, പാസ്റ്റ് ആക്കണം എന്നുള്ള ചിന്ത ആദ്യം മനസ്സിൽ വന്നു. then നമുക്ക് നോക്കാം, ഇവിടെ എന്ത് ചെയ്തു? how വെച്ചിട്ട് തുടങ്ങി. he asked me മാറ്റങ്ങളൊന്നുമില്ല, how വെച്ചു. ഇവിടെ you എന്തായി മാറി? സബ്ജക്റ്റ് ഐ ആയിട്ട് മാറി. ഫീൽ പാസ്റ്റ് ആക്കുമ്പോ ഫെൽറ്റ് ആയിട്ട് മാറും അല്ലെ. ഇവിടെ ഡു പാസ്റ്റിലോട്ട് വരുമ്പോ ഒഴിവാക്കും കേട്ടോ, കാരണം ഫീലിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എടുക്കുക. അപ്പൊ എന്താ വരിക? ഫെൽറ്റ് വരും. ദെൻ ദിസ് എന്തായിട്ട് വരും? ദാറ്റ് ആയിട്ട് വരും അല്ലെ. ദാറ്റ് മോർണിംഗ്. ക്ലിയർ? ദെൻ Sita asked me, how old are you? Sita asked me, how old are you? സീത എന്താണ് ചോദിച്ചത്? how old are you എന്നാണ് ചോദിച്ചത് അല്ലെ. പക്കാതെ എന്താണ്? 6 കണ്ടു. 6 കണ്ടാൽ അത് എന്താണ് മക്കളെ? പാസ്റ്റ് ആയി അല്ലെ, സോറി പ്രസന്റ് ആയി 6 കാണുമ്പോ അല്ലെ. സോ സീത ആസ്ക്ഡ് മീ അതേപോലെ വരും, ഒരു മാറ്റവും ഇല്ല. ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങി. ഇനി സബ്ജക്റ്റ് ആരാണ് മക്കളെ? എന്താണ്? ഹൗ ഓൾഡ് ഐ വാസ്. എന്താണ് സീത പറഞ്ഞത്? ഹൗ ഓൾഡ് ഐ വാസ്. ക്ലിയർ? നോക്കാം. അടുത്തത്, he said to me why does he go? why does he go? പ്രസന്റ് സിമ്പിൾ പ്രസന്റ് അല്ലെ. നോക്കാം. he asked me, said എന്തായി മാറി? he asked me. ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങി. സബ്ജക്റ്റ് ആരാണ് മക്കളെ? സബ്ജക്റ്റ് ആരാണ്? ഇതാ ഇങ്ങോട്ട് കൊടുക്കുക, സബ്ജക്റ്റ് ഹി ആണ്. ഗോ എന്തായിട്ട് മാറും? ഗോയിങ് ഡെസ് നമ്മൾ ഒഴിവാക്കും, കാരണം പാസ്റ്റിലോട്ട് വരുമ്പോ ഡെസിന്റെ ആവശ്യമില്ല, പാസ്റ്റിന് ഡെസ് യൂസ് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗോയുടെ പാസ്റ്റ് എടുക്കണം. ഗോയുടെ പാസ്റ്റ് ഏതാണ് മക്കളെ? വെന്റ്. ക്ലിയർ? ദെൻ രാജു ആസ്ക്ഡ് ഹിസ് വൈഫ് വൈ ഡസ് ദ ചൈൽഡ് ക്രൈ. അല്ലെ, എന്താണ് കുട്ടി കരയുന്നതെന്ന് ചോദിച്ചു വൈഫിനോട്. എങ്ങനെ മാറ്റാം? രാജു ആസ്ക്ഡ് ഹിസ് വൈഫ് എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി ഒരു മാറ്റം അതിൽ വരാനില്ല അല്ലെ, അത് ഓൾറെഡി കറക്റ്റ് ആണ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ എഴുതാ, വൈ എഴുതി.
ഇനി അടുത്തത് സബ്ജക്റ്റ് ആരാണ് മക്കളെ? ദ ചൈൽഡ് ആണ് സബ്ജക്റ്റ്. ദ ചൈൽഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എഴുതി. ഇനി എന്താണ്? ഡസ് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഇത് പാസ്റ്റിലോട്ട് മാറ്റണം. അത് പ്രസന്റ് ആണ്. പാസ്റ്റിലോട്ട് മാറ്റുമ്പോ ഡസ് വേണ്ട. എന്ത് ചെയ്യാ? ക്രൈഡ് കൊടുക്കുക. ക്രൈഡ് അല്ലെ? ക്രൈഡ്. ക്ലിയർ ആയോ? യെസ്. ദെൻ അടുത്തത് yes or no questions in report. ഇത്രയും നമ്മൾ WH ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത് അല്ലെ? ഇത്രയും സമയം നമ്മൾ WH ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ഇനി yes or no questions in report സ്പീച്ച്. yes or no questions വരണല്ലോ അല്ലെ? yes or no questions എങ്ങനെ വരിക? is, am, are, was, were, do, does, did, has, have, had, ഇതൊക്കെ yes or no questions വരും. ഇതൊക്കെ ഫ്രണ്ടിൽ വരുമ്പോ നോക്കാം. If the questions begins with a verb like is, am, are, do, does, did, will, can, etc., the reporter's speech begins with if or whether. മക്കളെ ഇതിങ്ങനെ ഒരു ചതുരത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തോളൂ. ക്വസ്റ്റ്യൻ എസ് ഓർ നോ ആണ് എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഡു, ഡസ്, ഡിഡോ, വില്ലോ, ക്യാനോ, കുഡോ, ഈസോ, ആമോ, ആറോ ഏതെങ്കിലും ഒരു വാക്ക് കൊണ്ടാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിൽ ഈഫോ വെതറോ ചേർക്കാം. എഴുതി വെച്ചോളൂ, ഈഫോ വെതറോ ചേർക്കുക. ഓക്കെ, റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം മക്കളെ? ഈഫോ വെതറോ കൊടുക്കണം. അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് തിരിച്ചറിയണം അല്ലെ? എങ്ങനെ തിരിച്ചറിയും? WH ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം. ഹൂ, വാട്ട്, ഹൂസ് അല്ലെ, വേർ, വെൻ, ഇതാണ് W. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് തിരിച്ചറിയാനുള്ള മാർഗം അത് ഓക്സിലറി കൊണ്ടാണ് തുടങ്ങുന്നത് നോക്കാം. ഓക്സിലറി വെർബ്സിലെ ഈസ്, ആമ്, ആറ്, വാസ്, വേർ, ടു, ഡേസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാള്, ക്യാന് എന്നൊക്കെ പറയുന്ന മോഡൽ ഓക്സിലറിയോ പ്രൈമറി ഓക്സിലറി വെർബ്സോ ഒക്കെ കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് എസ് ഓർ നോ ആയിരിക്കും. ആ ടൈമിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കരുത്, ഈഫോ വെതറോ സെന്റൻസിൽ നിങ്ങൾ കൊണ്ടുവരണം. നോക്കാം. മേരി സെഡ് ഡിഡ് യു മീറ്റ് ജോൺ അല്ലെ? ഡിഡ് ഫ്രണ്ടിൽ വന്നു. അപ്പൊ അതെന്താണ്? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. മേരി എന്താണ് ചോദിച്ചത്? ഡിഡ് യു മീറ്റ് ജോൺ? നീ ജോണിനെ കണ്ടിരുന്നോ, മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഇനി എന്ത് ചെയ്യണം? സെഡ് എന്തായിട്ട് മാറി മക്കളെ? മേരി ആസ്ക്ഡ് ആയിട്ട് മാറി അല്ലെ? ക്വസ്റ്റ്യൻ ആവുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ആസ്ക്ഡ്, എൻക്വയർഡ്. കൂടുതലും ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ആയിരിക്കും കേട്ടോ, ആസ്ക്ഡ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ മേരി ആസ്ക്ഡ്. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? ഈ ഒരു റിപ്പോർട്ടിംഗ് ഈ വരുന്ന ഒരു ഓക്സിലറി വെർബിനെ നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ? എടുത്ത് ഒഴിവാക്കുകയാണ്. ഓക്സിലറി വെർബിനെ എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ആരെ കൊടുക്കും? ഈഫോ വെതറോ കൊടുക്കും. നോക്കാം. മാരി ആസ്ക്ഡ് വെദർ ഐ ഹാഡ് മെറ്റ് ജോൺ. എന്താ ഇവിടെ ഹാഡ് ഒക്കെ ഒന്ന് പറഞ്ഞു? എന്താ ഹാഡ് ഒക്കെ? യെസ്, അതാ ഞാൻ പറഞ്ഞത്. ഓൾറെഡി ക്ലാസ് കണ്ടവർക്ക് അത് പെട്ടെന്ന് പറയാൻ കഴിയും. എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു സെന്റൻസ്. സെന്റൻസ് എന്തായിരുന്നു മക്കളെ? സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. സിമ്പിൾ പാസ്റ്റിലുള്ളത് റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഐ മീൻ ഹാഡ് വരും. ഇത് എപ്പോഴും ഓർമ്മ വേണം. സിമ്പിൾ പ്രസന്റിലാണ് ഈ സെന്റൻസ് കിടക്കുന്നത്. ഇത് നേരെ ഇങ്ങോട്ട് ആരായിട്ട് വരും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരും. എല്ലാം കണക്ട് ചെയ്തിട്ട് വേണം ഒരു സെന്റൻസ് മാറ്റാൻ. ഓക്കെ, എന്തായി? ഇവിടെ വെദർ കഴിഞ്ഞാൽ ഇവിടെ നേരെ ആര് വരും? ഐ, യു എന്തായിട്ട് മാറി? ഐ ആയിട്ട് മാറി. സ്വാഭാവികമായിട്ടും പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഹാഡ് കൊടുക്കണം, മീറ്റ് V3 കൊടുക്കണം, ജോൺ. ക്ലിയർ? ക്ലിയർ ആണ് അല്ലെ? ദെൻ ദ ഫാദർ സെഡ് ടു ദ സൺ. സണ്ണിനോട് എന്താ ചോദിച്ചത്? ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പഠിക്കുകയാണോ എന്ന് ചോദിക്കല്ലേ? ആറ് കാണുന്നു, സ്റ്റഡിയിങ് കാണുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്നുള്ള ചിന്ത വരുന്നു അല്ലെ? പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്നുള്ള ചിന്ത വരും. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം എന്നുള്ള ചിന്തയും കൂടെ വരും. വന്നില്ല മക്കളെ? വരണം കേട്ടോ. ടെൻസ് മാറ്റണം എന്നുള്ള ചിന്ത ആദ്യം വരണം. നോക്കാം. എന്നിട്ട് മതി ഈഫും വെദറും ഒക്കെ ചേർക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, ദ ഫാദർ സെഡ് എന്തായിട്ട് മാറി മക്കളെ? ഫാദർ ആസ്ക്ഡ് ദ സൺ. മതി. ഇനി നമ്മൾ ഇവിടെ ആരെ ചേർക്കും? ഈഫിന് ചേർത്തു അല്ലെ? പണ്ട് ദാറ്റിന് ചേർത്തു, പിന്നെ WH ക്വസ്റ്റ്യന് ചേർത്തു. ഇപ്പൊ എന്തായി മാറി? ഈ ഈഫിനെ ചേർത്തു. മാതി. എന്താണ് ഇവിടെ? കോമയുടെ സ്ഥാനത്ത് നമ്മൾ ആരെ ചേർത്തു മക്കളെ? ഈഫിനെ ചേർത്തു. നോക്കാം. ഇനി അടുത്തത് യു എന്തായിട്ട് മാറി മക്കളെ? ഹി ആയിട്ട് മാറും. അതുപോലെ
ഹി ആയതുകൊണ്ട് തന്നെ ആർ എന്തായിട്ട് മാറി, വാസ് ആയിട്ട് മാറി. ബാക്കി അതേപോലെ ഹി വാസ് സ്റ്റഡി. ഓക്കെ, അപ്പൊ ഈഫിന് ശേഷം എന്താണ് വരേണ്ടത്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന് ശേഷം എന്ത് വരും? ഓക്സിലറി വെർബ്. ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള WH ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ he said will you listen to such a man? Okay, will you അല്ലെ, future tense. നോക്കാം. he said എന്തായി മാറി മക്കളെ? he asked ആയിട്ട് മാറി. he asked him. ഇവിടെ എന്ത് കൊടുത്തു മക്കളെ? വെദർ കൊടുത്തു. then ആര് വേണം? അടുത്തത് സബ്ജക്റ്റ് വേണം. യു ഹി ആയി മാറി. ദെൻ വില്ല് എന്തായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. വില്ല് വുഡ് ആവും അല്ലെ, വില്ല് വുഡ് ആവും, ഷാള് ഷുഡ് ആവും എന്നൊക്കെ പഠിച്ചതല്ലേ. വില്ല് എന്തായി? വുഡ് ആയി. ദെൻ ലിസൺ ടു സച്ച് എ മാൻ എന്നുള്ളത് അതേപോലെ എഴുതും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ he said to me, will you visit my house next week? ഫീച്ചർ തന്നെയാണ് അല്ലെ, സിമ്പിൾ ഫീച്ചർ ആണ്. അടുത്ത will you visit my house next week? അടുത്ത വീക്കിൽ എന്റെ വീട് കാണാൻ വരുമോ എന്ന് ചോദിക്കുകയാണ് അല്ലെ. ഇനി അത് എങ്ങനെ മാറ്റും? 2-3 കാര്യങ്ങൾ ഓർമ്മ വേണം. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെദറോ ഈഫോ വേണം. ടെൻസ് ഫീച്ചർ എന്താക്കി മാറ്റണം? വില്ല് വുഡ് ആക്കിയിട്ട് മാറ്റണം. ഇത്രയും ഓർമ്മ വേണം അല്ലെ. ഫസ്റ്റ് വൺ, he said to me എന്താക്കി മാറ്റി മക്കളെ? he asked me ആക്കി മാറ്റി. ദെൻ അടുത്തത് നമ്മൾ എന്ത് കൊടുക്കണം? വെദറോ ഈഫോ കൊടുക്കണം. വെദർ കൊടുത്തു. ദെൻ വില്ല് എന്തായിട്ട് മാറി? വുഡ് ആയിട്ട് മാറി. വെദർ കഴിഞ്ഞാൽ സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം ഓക്സിലറി വെർബ് സബ്ജക്റ്റ് ഇവിടെ യു എപ്പോഴും ഐ ആയിട്ട് മാറുന്നുണ്ട്. വില്ല് എന്തായി മാറി? വുഡ് ആയി. ഇനി അങ്ങോട്ടൊന്നും നോക്കണ്ട. വിസിറ്റ് ഹിസ് ഹൗസ് ദ ഫോളോയിങ് വീക്ക് അല്ലെ. ഫോളോയിങ് വീക്ക് എന്താണ് മക്കളെ? നെക്സ്റ്റ് വീക്ക് എന്തായി മാറും? ദ ഫോളോയിങ് വീക്ക് ആവും. നമ്മുടെ ആ ടേബിളിൽ പോയി നോക്കിയാൽ കാണാം. നെക്സ്റ്റ് വീക്ക് എന്താണ്? ദ ഫോളോയിങ് വീക്ക് എന്നാണ് കൊടുക്കേണ്ടത്. മൈ എന്തായി മാറി? ഹിസ്സായിട്ട് മാറി അല്ലേ. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ആൻസർ ചെയ്തരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും നോക്കിയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന്മേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് കുത്തിയിട്ട് ജസ്റ്റ് അതിന്മേ തന്നെ അതിന്റെ മാറ്റങ്ങൾ എഴുതി വെക്കുക. സെഡ് എന്താക്കി മാറ്റുക? ഇതിപ്പോ താഴെ നോക്കാതെ തന്നെ സെഡ് ആസ്ക്ഡ് ആക്കിയിട്ട് മാറ്റും. ഇവിടെ എന്ത് കൊടുക്കുക? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഇവിടെ തന്നെ വെദർ കൊടുക്കുക. വില്ല് നിങ്ങൾ അവിടെ തന്നെ വുഡ് ആക്കിയിട്ട് കൊടുക്കുക. യു ഐ ആക്കണം എന്ന് ഓർമ്മ വേണം. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? മൈ പോയിട്ട് ഹിസ് ആക്കണം. നെക്സ്റ്റ് വീക്ക് പോയിട്ട് ദ ഫോളോയിങ് എന്നാക്കണം. ഇത്രയും ആക്കിയതിന് ശേഷം മാത്രമുള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക? ദ ഫോളോയിങ് വീക്ക്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ആദ്യം അതിന്മേ കുറച്ച് പരിപാടികളും പണികളൊക്കെ നിങ്ങൾ ജസ്റ്റ് അതിന്മേ എടുത്ത് വെക്കണം. ഓക്കെ, അങ്ങനെ കുറച്ച് കൊത്തുപണികളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് വേണം നമ്മൾ ഇത് നേരെ റിപ്പോർട്ടിലോട്ട് മാറ്റാൻ. അല്ലെങ്കിൽ നമ്മൾ എത്ര എഴുതിയാലും ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇത്രയും എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന മൈ ആയിട്ട് താഴോട്ട് എഴുതിയാ പോയില്ലേ? പോയി. സോ ഇവിടെ ഇത്രയും കാണുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്ക് എഴുതി വെച്ചാൽ കഴിഞ്ഞില്ലേ? നമ്മൾ ഇവിടെ വെദർ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ മാറ്റങ്ങളും നമ്മൾ ആദ്യം ഒന്ന് അതിന്റെ മുകളിൽ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഒരുപാട് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ്. എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. എക്സാമിന് നമുക്ക് മൈ ഹിസ് ആക്കണം എന്ന് അറിയായിരുന്നു, യു ഐ ആക്കണം എന്ന് അറിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്തത് വെദറിനാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെദർ കൊടുക്കണം എന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് വെദറിനാണ്. പക്ഷെ അപ്പോഴും അവിടെയുള്ള നെക്സ്റ്റ് വീക്കിന്റെ മൈൻഡിന്റെ ഒക്കെ മാറ്റങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മറന്നിട്ടുണ്ടാവും. അങ്ങനെ മറക്കാതിരിക്കാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ, ഒരു റിപ്പോർട്ടിംഗ് ഡയറക്റ്റ് റിപ്പോർട്ട് നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുക? അതിന്റെ മുകളിൽ വരുന്ന എല്ലാ ചെറിയ ഓരോ സെന്റൻസ്, ഓരോ വേർഡ്സ് നോക്കുക. ഇതിന് മാറ്റം വരുമോ? ഇതിന് മാറ്റം വരുമോ? ഓരോന്നിന്റെയും മാറ്റം നോട്ട് ചെയ്ത് മുകളിൽ വെക്കുക. എന്നിട്ട് അത് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുമ്പോൾ എല്ലാം അതിൽ വരും. ഓക്കെ, ക്ലിയർ? ദെൻ Raju asked the girl, is your father a doctor? ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇനി ഞാൻ പറഞ്ഞതുപോലെ ആ മാറ്റങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആസ്ക്ഡ് എന്തായാലും ആസ്ക്ഡ് തന്നെയാണ്. ക്വസ്റ്റ്യൻ ആവുമ്പോൾ മാറ്റണ്ട. പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം? ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വെദർ ഇട്ട് കൊടുത്തു. ഈസ് എന്തായി മാറും? നമുക്കറിയാം, വാസ് ആയിട്ട് മാറും. യു ഇവിടെ എന്താണ് മക്കളെ? ഇവിടെ ഹെർ ആയിട്ട് മാറും.
ഓക്കെ, കാരണം ഇത് അവളുടേതാണ് അല്ലെ, ഗേളിൻ്റെതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹെർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, രാജു ആസ്ക്ഡ് ദ ഗേൾ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് വെദർ എഴുതാം. അതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോകണം. ആരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? യുവർ ഫാദർ ആണ്. യുവർ ഫാദർ എങ്ങനെയാണ്? യുവർ ഫാദർ ആണോ? അല്ല, അത് അവളുടെ ഫാദർ ആയിട്ട് മാറും. അപ്പൊ അത് ആര് കൊടുക്കുക? ഹെർ ഫാദർ കൊടുക്കുക. ഇനിയാണ് നമ്മൾ ആര് കൊടുക്കേണ്ടത്? ഓക്സിലറി വെർബ് ഗ്രാമറിന്റെ മാറ്റത്തോടു കൂടി, ഐ മീൻ ടെൻസിന്റെ മാറ്റത്തോടു കൂടി കൊടുക്കേണ്ടത് ഈസ് എന്തായിട്ട് മാറും മക്കളെ? വാസ് ആയിട്ട് മാറും. ക്ലിയർ? യെസ്. ദെൻ ടീച്ചർ ആസ്ക്ഡ് ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്. ഞാൻ പറഞ്ഞതുപോലെ അവിടെ പോയിട്ടൊന്ന് മാറ്റുക. എങ്ങനെ മാറ്റും? ടീച്ചർ ആസ്ക്ഡ് ഒരു മാറ്റവും വേണ്ട. അതിനു മുമ്പ് നമ്മൾ ആസ്ക്ഡ് കഴിയുമ്പോൾ ഒരു കോമ കാണും. ആ കോമന്റെ സ്ഥാനത്ത് പോയിട്ട് നമ്മൾ ഇവിടെ ചെറുതായിട്ട് വെദർ എഴുതി വെക്കുക. ഹാവ് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും അല്ലേ? ഹാവ് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? ചെറിയ മാറ്റങ്ങളൊക്കെ ഇതാ ഇവിടെ യുവർ ഒക്കെ മൈ ആയിട്ട് മാറും. എന്നിട്ട് യു എന്തായി മാറും? ഐ ആയിട്ട് മാറും. ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് എന്ത് ചെയ്യാം? ടീച്ചർ ആസ്ക്ഡ് മീ എന്ന് കറക്റ്റ് കൊടുക്കുക. ദെൻ ഇവിടെ വെദർ കൊടുക്കുക. വെദർ എന്താണ്? ഇനി അടുത്തത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇവിടെ യു എന്തായി മാറും? ഐ ആയിട്ട് മാറും. എന്നോടാണല്ലോ ടീച്ചർ ചോദിച്ചത്, അതുകൊണ്ട് ഐ ആവും. ഹാവ് എന്തായിട്ട് മാറും മക്കളെ? ഹാഡ് ആയിട്ട് മാറും. ദെൻ ഡൺ എന്താണ്? ഡൺ ആണ്. ദെൻ മൈ, യുവർ എന്തായി മാറി? മൈ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ്. ക്ലിയർ ചെയ്ത് പോവുക. വെദർ മാറ്റം വലിയൊരു മാറ്റമാണ്. എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ വെദർ ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ് റിപ്പോർട്ടർ സ്പീച്ച് അല്ലെ? കുറച്ച് അത്ഭുതപ്പെടാം നമുക്കിനി അല്ലെ? നമുക്ക് കുറച്ച് അത്ഭുതപ്പെട്ട് നോക്കിയാലോ? ദ റിപ്പോർട്ടിംഗ് വെർബ് ചേഞ്ച്ഡ് ഇൻടു എക്സ്ക്ലൈംഡ്, വിഷ്ഡ്, പ്രേഡ് അല്ലെ? ചില ഓവർ എക്സൈറ്റ്മെന്റുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് വാക്കുകളൊക്കെ അങ്ങ് പറയും. അതിനൊക്കെ വരുന്ന മാറ്റങ്ങൾ ഉണ്ടെന്ന് നോക്കാം. എന്ത് ചെയ്യാം? ദ എക്സ്ക്ലമേഷൻ മാർക്ക് ഇസ് ഡ്രോപ്പ്ഡ്. ആദ്യം തന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ദാ ഇങ്ങനെ ഒരു മാർക്കൊക്കെ ഉണ്ടാവും അല്ലെ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആ സെന്റൻസ് അങ്ങോട്ട് ഒഴിവാക്കും. ഓക്കെ, ദെൻ at first the exclamatory sentence is changed into a statement, direct speech, then changed into a reported speech. ഇതൊരു പണിയാണ് അല്ലെ? ഇത് നമ്മൾ ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതി. എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇൻഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച് അല്ലെ? ആദ്യം എന്ത് ചെയ്യണം മക്കളെ? ആദ്യം അതൊന്ന് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ഒരു സെന്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഒരു എക്സ്ക്ലമേഷൻ വരുന്ന, ഒരു അത്ഭുതമൊക്കെ വരുന്ന ഒരു സെന്റൻസ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ സെന്റൻസിനെ നിങ്ങൾ നേരിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റരുത്. നേരിട്ട് നിങ്ങൾ അത് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മാറ്റരുത്. ആദ്യം ഇത് നിങ്ങൾ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഇത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. ഓക്കെ, ആദ്യം നിങ്ങളിത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റി കൊടുക്കണം. ശേഷം ആദ്യം നിങ്ങളിത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റിയതിനു ശേഷം മാത്രം നിങ്ങളിത് എന്ത് ചെയ്യുക മക്കളെ? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട്, ഐ മീൻ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുക. ഓക്കെ, ഐ മീൻ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുക. ക്ലിയർ ആണല്ലോ? കുറച്ച് പണിയുണ്ടെന്ന് തോന്നും അല്ലെ? അത് ആദ്യമൊക്കെ അങ്ങനെ മാറ്റുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഒന്നും കൂടെ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത്. കാരണം നമ്മൾ ഇത്രയും പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഒരു സെന്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ട് അത് റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റിയായിരുന്നു അല്ലെ? അപ്പൊ ഇത്രയും സമയം നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ തന്ന സെന്റൻസ് റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് അത് അറിയും അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാം. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ആദ്യം നിങ്ങൾ അത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുക, ശേഷം നിങ്ങൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് അഥവാ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റാം. നോക്കാം. ദെൻ നമ്മൾ കുറെ ആയിട്ട് ഇപ്പൊ ഇവരങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ദാറ്റ് ടെൻസിന്റെ സമയത്ത് യൂസ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടോ ഇമ്പരേറ്റീവ് സെന്റൻസിന് വേണ്ടിയിട്ടോ ഒന്നും ദാറ്റ് യൂസ് ചെയ്തില്ല. പക്ഷെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ കേസ് വരുമ്പോൾ വീണ്ടും നമ്മൾ ദാറ്റ് യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യും.
ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുള്ളൂ, ദാറ്റ് യൂസ് ചെയ്യും. ക്ലിയർ? എക്സാമ്പിൾ നോക്കാം. The teacher said, what a clever girl Mary is. ടീച്ചർ പറഞ്ഞു എന്തൊരു ക്ലെവർ ആയിട്ടുള്ള കുട്ടിയാണ് മാരി, അല്ലേ? വാട്ട് എ ക്ലെവർ ഗേൾ മാരി ഈസ്. ഇതാണ് സെന്റൻസ്. ഇതാണ് നമുക്ക് എക്സാമിൽ തന്നിട്ടുള്ള സെന്റൻസ്. ഇത് പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം തെറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം പോയിട്ട് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. അല്ലാതെ നേരിട്ട് പോയിട്ട് നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റരുത്. എങ്ങനെയാണത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാം? ടീച്ചർ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് എ ക്ലെവർ ഗേൾ മാരി ഈസ്. മാരി എന്തൊരു ക്ലെവർ ഗേൾ ആണ്, അല്ലെ? എന്തൊരു ക്ലെവർ ഗേൾ. അതിന്റെ അർത്ഥം എന്താ? മാരി ഒരു ക്ലെവർ ഗേൾ ആണ് എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത്, അല്ലെ? ആദ്യം അത് സ്റ്റേറ്റ്മെന്റ് ആക്കണം. ഇവിടെ വാട്ട് എ ക്ലെവർ ഗേൾ മാരി ഈസ് എന്നുള്ളത് മാരി ഈസ് എ ക്ലെവർ ഗേൾ എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ച സ്റ്റേറ്റ്മെന്റ് ആക്കണം. ആ ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് കളയണം. അതൊരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് മാറ്റണം. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ നിങ്ങൾ ഗ്രാമർ ഒന്നും മാറ്റണ്ട. കാരണം ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ, റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴല്ലേ മക്കളെ ഗ്രാമർ മാറ്റേണ്ടതുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്വസ്റ്റ്യനൊക്കെ ഒഴിവാക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഡയറക്റ്റ് ആക്കി എടുക്കുകയാണ് നമുക്ക് സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ദ ടീച്ചർ സെഡ് വാട്ട് എ ക്ലെവർ ഗേൾ മാരി ഈസ് എന്നുള്ളത് മാരി ഈസ് എ ക്ലെവർ ഗേൾ എന്ന് സിമ്പിളായിട്ട് മാരി ഈസ് എ ക്ലെവർ ഗേൾ എന്ന് സിമ്പിളായിട്ട് മാറ്റി എഴുതണം. ആദ്യം വാട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഡയറക്റ്റ് ആക്കിയിട്ട് മാറ്റി എഴുതി, ഗ്രാമറിനൊന്നും മാറ്റം വരുത്താതെ. എന്നിട്ട് ഈ സെന്റൻസ് ആണ് ഇനി നമ്മൾ നമ്മുടെ പോയിന്റിലോട്ട് മാറ്റി. എങ്ങനെ? ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുന്നത്, അല്ലെ? അപ്പൊ ഇരട്ടി പണിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് തുടക്കത്തിലേ ഉള്ളൂ കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ മാറ്റാൻ കഴിയും. നോക്കാം. ഇനി ഈ സെന്റൻസിനെ മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സെഡ് എന്തായിട്ട് മാറും? എക്സ്ക്ലൈംഡ് ആയിട്ട് മാറും. ദ ടീച്ചർ എക്സ്ക്ലൈംഡ്. ഈ കോമക്ക് പകരം നമ്മൾ പഴയ പോലെ ദാറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഗ്രാമർ മാറ്റും. ഈസ് എന്തായി മാറും? മാരി വാസ് ആയിട്ട് മാറും. ബാക്കിയൊക്കെ അതേപോലെ. മേരി വാസ് എ ക്ലെവർ ഗേൾ. ഈസ് വാസ് ആയിട്ട് മാറും. ടെൻസ് മാറും. ഓക്കെ, സെറ്റ് ആണല്ലോ. അടുത്തത് നോക്കാം. രാജു സെഡ് ഹൗ ബ്യൂട്ടിഫുൾ ദ ഗാർഡൻ ഈസ്. ഹൗ ബ്യൂട്ടിഫുൾ ദ ഗാർഡൻ ഈസ് എന്ന് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ആക്കി നോക്കി പെട്ടെന്നൊന്ന്. എന്താ ഉദ്ദേശിച്ചത്? ഗാർഡൻ ബ്യൂട്ടിഫുൾ ആണെന്ന്, അല്ലെ? അപ്പോ ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ നേരെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെ? ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഹൗ ഒഴിവാക്കുക. എങ്ങനെ? രാജു സെഡ് ദ ഗാർഡൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദ ഗാർഡൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് ഞാൻ അത് ആദ്യം മാറ്റി. ഓക്കെ, ഇനിയാണ് അതിന്റെ റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് മാറ്റുന്നത്. എങ്ങനെയാണ്? ഇതാണ് റിപ്പോർട്ടിംഗ് സ്പീച്ച്. ഇതാണ് കറക്റ്റ് നമുക്ക് വേണ്ട, എക്സാമിന് വേണ്ട ആൻസർ ഇതാണ്. ഏതാണ്? രാജു എക്സ്ക്ലൈംഡ് ദാറ്റ് എന്താണ്? ദ ഗാർഡൻ വാസ് ആയി. അത്രേ ഉള്ളൂ, അല്ലെ? ഒന്നുമില്ല ഇനി ബാക്കി ഒന്നുമില്ല. ദ ഗാർഡൻ വാസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ അപ്പൊ നിങ്ങൾ ഇത് ഒരുപാട് പണിയായല്ലോ, അല്ലെ? ഇനി ഒരുപാട് പണി വരാതെ ഒന്ന് മാറ്റുന്നത് നോക്കിക്കേ. ഹി സെഡ് അലാസ് ഐ ആം ടേൺ. നോക്കാം. ഹി സെഡ് എന്തായിട്ട് മാറിയും? എക്സ്ക്ലൈംഡ് ആയിട്ട് മാറി. ഹി എക്സ്ക്ലൈംഡ് കഴിഞ്ഞാൽ ഉടനെ ദാറ്റും വരും. ഇനി നമുക്ക് ഇവിടെ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് എക്സ്ക്ലൈംഡ് വരുമ്പോ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഐ എന്തായിട്ട് മാറി? ഹി ആയിട്ട് മാറും. ആം എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഗ്രാമർ അറിയാലോ? പ്രസന്റ് പാസ്റ്റ് ആയിട്ട് മാറി. ക്ലിയർ? ദെൻ രാജു സെഡ് എന്താണ്? രാജു പറഞ്ഞു ഹൗ ക്ലെവർ ഐ ആം. ഞാൻ എന്തൊരു ക്ലെവർ ആണ് എന്ന് പറഞ്ഞു. നമുക്ക് ഗ്രാമർ മാറ്റി നോക്കാം. രാജു എക്സ്ക്ലൈംഡ്, സോറി ഗ്രാമർ മീൻസ് ടെൻസ് മാറ്റി നോക്കാം കേട്ടോ. രാജു എക്സ്ക്ലൈംഡ് ദാറ്റ്. രാജു എന്ത് പറഞ്ഞു? എക്സ്ക്ലൈംഡ് ദാറ്റ് കൊടുത്തു. ദെൻ ഗ്രാമർ ടെൻസ് മാറ്റുമ്പോൾ ഐ എന്തായിട്ട് മാറും മക്കളെ? ഹി ആയിട്ട് മാറും. ആം എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ദെൻ വെരി ക്ലെവർ. ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ അടിയിൽ ഇതൊരു റിപ്പോർട്ടിംഗ് സ്പീച്ചിലോട്ട് മാറ്റാതെ ഞാൻ ഡയറക്റ്റ് ഇത് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആ സെന്റൻസ് മാറ്റാതെ ഞാൻ ഡയറക്റ്റ് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് കൊടുത്തതാണ്. അത് മാറ്റിയായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? ഐ എം എ ക്ലെവർ, അല്ലെ? രാജു സെഡ് ഐ എം എ ക്ലെവർ, അല്ലെ എന്നായിരിക്കും. ഐ ആം എ ക്ലെവർ എന്നുള്ളതാണ് ഞാൻ നേരെ എന്ത് മാറ്റിയത്? ഹി വാസ് വെരി ക്ലെവർ എന്ന് മാറ്റിയത്. ഓക്കെ, ദെൻ അടുത്തത്
ഇനി ഇതൊന്നും റിപ്പോർട്ടിങ്ങിലോട്ട് ഡയറക്റ്റിലോട്ട് മാറ്റാതെ തന്നെ ഇൻഡയറക്റ്റ് ആക്കാണ് കേട്ടോ. നോക്കാം. ഹി സെഡ് ബ്രാവോ, യു ഹാവ് ഡൺ വെൽ. ഓക്കെ, നോക്കാം. ഹി സെഡ് എന്നുള്ളത് ഹി എക്സ്ക്ലൈംഡ് എന്നാക്കി ഇവിടെ എന്ത് വരും? ദാറ്റ് വരും. ബ്രാവോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഒഴിവാക്കും. ദെൻ ഹി ഹാഡ് ഡൺ, ഹാവ് എന്തായി മാറും മക്കളെ? ഹി ആവും, ഹാവ് ഹാഡ് ആവും, പാസ്റ്റ് ആവും അല്ലെ? ഡൺ വെൽ. ക്ലിയർ? യെസ്. ദെൻ the tourist said what a delightful scene. അല്ലേ? What a delight. The scene was delightful. The scene is delightful അല്ലെ? ടൂറിസ്റ്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ? The scene is delightful എന്നായിരിക്കും. അപ്പൊ what a delightful scene എന്നുള്ളത് മാറ്റാം. എങ്ങനെ മാറ്റാം? The tourist എക്സ്ക്ലൈംഡ് അല്ലെ? അത്ഭുതപ്പെടുകയാണെങ്കിൽ അപ്പൊ അത് മാറ്റാം. എങ്ങനെ? ഇത് അത്ഭുതമാണെന്ന് തോന്നണമെങ്കിൽ ഇവിടെ അത്ഭുത ചിഹ്നം ഉണ്ടാവും കേട്ടോ. അതാ ഈ ചിഹ്നം കണ്ടോ? എക്സ്ക്ലമേഷൻ മാർക്ക്. അത് ഒഴിവാക്കുകയാണ്. അത് ഒഴിവാക്കുമ്പോ ഇവിടെ എക്സ്ക്ലൈംഡ് എന്ന് വരും. ഓക്കെ, എക്സ്ക്ലൈംഡ് വന്നാൽ തൊട്ട് പിന്നാലെ ആര് വരും? ദാറ്റ് വരും. ഇനിയാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഈ സീൻ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സീൻ എന്നുള്ളതിന് ഇറ്റ് കൊടുക്കും. ഇവിടെ ഡിലൈറ്റ്ഫുൾ സീൻ എന്തായി? വാസ് ആക്കിയിട്ട് മാറ്റില്ലേ? ഇറ്റ് വാസ് എ വെരി ഡിലൈറ്റ്ഫുൾ സീൻ. ക്ലിയർ? യെസ്. സോ എന്താണ് നമ്മൾ റിപ്പോർട്ടർ സെന്റൻസിന്റെ ഇമ്പരറ്റീവ് സെന്റൻസിലും ഇന്ററോഗേറ്റീവ് സെന്റൻസിലും എക്സ്ക്ലമേറ്ററി സെന്റൻസിലും നമ്മൾ എന്ത് ചെയ്തു? റിപ്പോർട്ടിംഗ് എന്ത് ചെയ്തു? പഠിച്ചു. ഇതിൽ ഏത് പാർട്ടിൽ നിന്നും വരാറുണ്ട്? ടെൻസ് മാറ്റാനും വരാറുണ്ട്, ഇമ്പരറ്റീവ് സെന്റൻസ് മാറ്റാനും എക്സാമിന് വരാറുണ്ട്, അതുപോലെ ഇന്ററോഗേറ്റീവ് സെന്റൻസും വരാറുണ്ട്, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസും വരാറുണ്ട്. ഇപ്പൊ ഇമ്പരറ്റീവ് സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് വരാറുണ്ട് കേട്ടോ. സോ ടെൻസിന്റെ ക്ലാസ് കാണുക. അതിനുശേഷം ടെൻസിന്റെ സ്ട്രക്ചർ ഇനി മുതൽ നമുക്ക് മനഃപാഠമാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ഈ റിപ്പോർട്ടേഴ്സ് ടെൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ടെൻസേ ഓർക്കേണ്ടി വരരുത്. ഒരു സെന്റൻസ് കാണുമ്പോൾ ഇത് ഏത് ടെൻസ് ആണ്, ആ ടെൻസിന്റെ സ്ട്രക്ചർ ഏതാണ് എന്ന് ഓർക്കേണ്ടി വരരുത്. ഓക്കെ, ടെൻസിന്റെ സ്ട്രക്ചർ ഒക്കെ മനഃപാഠമാവണം. ഓക്കെ, ടെൻസിന്റെ സ്ട്രക്ചർ മനഃപാഠമായ മാത്രമേ ഉള്ളൂ നമുക്കത് റിപ്പോർട്ടർ സ്പീച്ചിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എഴുതാൻ കഴിയാം. സോ 2 ക്ലാസ്സുകളും റിപ്പോർട്ടർ സ്പീച്ചിന്റെ 2 ക്ലാസ്സുകളും റിപ്പീറ്റ് ചെയ്ത് കാണുക. ചെറിയ നോട്ട്സ് ആക്കിയിട്ട് എടുത്തു വെക്കുക. നന്നായിട്ട് ഇതിൽ കാണുന്ന എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു സിമ്പിൾ ഗ്രാമർ ടോപ്പിക്കുമായിട്ട് നമുക്ക്